പണ്ട് നമുക്കൊരു മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ 2005, 2006 എൻറ്റയർ 2000 സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാഡ് റാഫെ ബെനിറ്റസ് ആസ് എ മാനേജർ, ജോസെ മൊറിഞ്ഞോ, അലക്സ് ഫെർഗുസൺ, വെങ്ങർ, ആൻസലോട്ടി, കോണ്ടെ. ദീസ് വർ ദ മാനേജേഴ്സ്. ദേ ഹാവ് എ ക്ലിയർ അതോറിറ്റി. ഞാൻ പറയുന്നത് നടക്കും എന്റെ ടീമിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോകും. അന്ന് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദേ ആർ മിയർ ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പ്രൊഫൈലിലുള്ള പ്ലേയേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ദേ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇപ്പം അത് തിരിച്ചാണ്. വി ഫൈൻഡ് ഔട്ട് എ പ്ലേയേഴ്സ്, വി സൈൻ ദം, യു പ്ലേ ദം. അതാണ് നമ്മളിപ്പോ മരസ്കയിൽ കാണുന്നുള്ളത്, അതാണ് ഇപ്പൊ അമോറിയമിലും കാണുന്നുള്ളത്. മരസ്ക പറഞ്ഞത് അറൌണ്ട് ദ സെയിം തിങ്, റൈറ്റ്? എഗ്ബാലി ടു മച്ച് ഇന്റർഫിയറൻസ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ബട്ട് ഈവൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആരാ എന്ന് വരെ തീരുമാനിക്കുന്ന എഗ്ബാലിയാണെന്ന് പറയുന്നു. എനിക്ക് ഫീൽ ചെയ്യണതേ ഈ പ്രീമിയർ ലീഗില് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും കോച്ച് അല്ലെങ്കിൽ മാനേജേഴ്സ് തമ്മിലുള്ള ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് പ്രീമിയർ ലീഗിലാണ് കാണുന്നത്. മറ്റ് ലീഗുകളിലൊന്നും ഇത്ര തന്നെ കാണുന്നില്ല. പ്രീമിയർ ലീഗിന്റെ മൊത്തത്തിലൊരു അല്ല, അതിന് ഞാൻ പറയാം. അതിന്റെ പ്രോബ്ലം കോണ്ടിനെന്റില്, അതായത് ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും ജർമ്മനിയിലും പണ്ട് തൊട്ടേ ഈ സിസ്റ്റമാണ്. കൾച്ചർ പ്രശ്നം കൂടി ആയിരിക്കാം ഇത്. ഇവിടെ വരുമ്പോഴേ മാനേജേഴ്സ് ഇവര് നേരത്തെ അറിയാലോ ഈ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കീഴിലാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ അറിയാം. അവരൊക്കെ അഗ്രി ചെയ്യണു, അതൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്ന് ഒരു കുറച്ചു കാലം, ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മൊത്തം കൾച്ചർ മനസ്സിലാവുകയാണ്. അപ്പോ ക്ലാഷ് അവിടെ സാധ്യത പതുക്കെ വന്നു തുടങ്ങുകയാണ്. അത് ഇല്ലെങ്കിൽ ഇത്രയും ഷോർട്ട് ഒരു പീരീഡിൽ തന്നെ ഇങ്ങനെ ഒരു നിരന്തരം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. കാരണം അതിൽ ഒന്ന് പ്ലേയിങ് സ്റ്റൈൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പ്രീമിയർ ലീഗിന്റെ ഇംഗ്ലണ്ടിലെ പ്ലേയിങ് സ്റ്റൈല്, രണ്ട് മണി ഇൻവോൾവ്, ഒരുപാട് മറ്റ് ലീഗുകളെ അപേക്ഷിച്ച് ഒരുപാട് കാശ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ വരുന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു കൾച്ചറും ഐ തിങ്ക് ദ വേ ദ മാനേജേഴ്സ് ആർ റിവേർട്ട് ആ ഒരു പ്രോബ്ലം. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ആസ്റ്റൺ വില്ലയില് എംറിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എംറി വൺ ദാറ്റ് ബാറ്റിൽ. അർട്ടറ്റ ഹാഡ് എ റിഫ്റ്റ് വിത്ത് എഡു ആൻഡ് എഡു ഹാഡ് ടു ലീവ്. അതെ. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ദേ ആർ ട്രൈങ് ടു സാക്ക് എഡു നൗ. കാരണം അവിടുത്തെ മാനേജറിന് അത് പറ്റുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഐ തിങ്ക് അല്ലെ പ്രീമിയർ ലീഗിൽ. ഈ ഒരു ഐ തിങ്ക് സ്ലോട്ട് ഇപ്പം ആര് എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും ഐ തിങ്ക് സ്ലോട്ട് ഇസ് ഗോയിങ് ത്രൂ ഈഗോ ഓർ എ കൺട്രോൾ പവർ ബാറ്റിൽ അഗെയിൻസ്റ്റ് ഹ്യൂസ് ആൻഡ് എഡ്വേർഡ്.